15-ാം വയസ്സിൽ ഈ പെൺകുട്ടിയെ പ്രേമിച്ചത് തന്നെ ഒരു വലിയ അബദ്ധമാണ്. അതായത് ഈ മനുഷ്യൻ ഇതിങ്ങനെ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും ഇദ്ദേഹത്തിന് വലിയ നടപടി നേരിടേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് 2 ക്രൈമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ 15 വയസ്സിലൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയേണ്ടത്, ഈ ഭാര്യേനെ തല്ലുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു മിനിറ്റ് പറഞ്ഞാല് നല്ലോണം എൻ്റെ അടുത്ത് അടിയും കിട്ടിയിട്ടുണ്ട്. നല്ലോണം അടി കിട്ടിയ സമയത്തും അത് എന്നെ ഒരു ഭർത്താവാണ് അടിച്ച്, എന്നെ ഒരു ആണാണ് അടിച്ചത് എന്നുള്ളൊരു ഫോക്കസിലൊക്കെ ഇതിപ്പോ ഞാൻ പബ്ലിക്കിൽ പറയുമ്പോ എന്താ ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ്. അപ്പോ അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഇതൊരു ഭാര്യ എന്നെ ഭർത്താവായിട്ടാണ് കാണുന്നത് വെച്ചാല്, അല്ലെങ്കിൽ ഞാനൊരു ഭാര്യനെ തല്ലി ഭർത്താവ് എന്നുള്ള രീതിയാണെങ്കിൽ പോലും, അങ്ങനെയുള്ളൊരു സാധനമാണെങ്കിലും ഇതിനെ ആ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതായത് ഒരു ചാനലിലാണ്, പ്രമുഖ ഓൺലൈൻ ചാനലിൽ വന്നൊരു ഇൻ്റർവ്യൂ ആണ്. ജിഞ്ചർ മീഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയും എന്ന് പറഞ്ഞാൽ നല്ല ഈ ഡാൻസിലൊക്കെ ഭയങ്കര, ഈ റീൽസിലൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. പ്രജ്ഞൻ പ്രതാപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരു ഡാൻസ് സ്കൂളുണ്ട്, പി ഡാൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടങ്ങാറ്റൊരു ഡാൻസ് സ്കൂളുണ്ട്. വളരെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നതാണ്. ആ ഡാൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇദ്ദേഹത്തിന് ഒരു ആൺകൊയ്മ മേധാവിത്വമുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഡാൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു രാജാവും ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകളും പോലെയാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഈ സാധാരണ റീൽസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ആ ഡാൻസ് ചെയ്യുക. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. അതായത് ഇദ്ദേഹം ഈ സ്ത്രീകളെ അടിച്ചമർത്തി വെക്കുന്ന ഒരു ടീമാണ്. ഇദ്ദേഹം ഒരു അധ്യാപകനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ 5 വയസ്സ് മുതൽ പിന്നെ 60 വയസ്സ് വരെയുള്ളവരെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും തല്ലാൻ അധികാരമുണ്ട്. ഞാൻ എൻ്റെ അനുജന്മാരെ നല്ല രീതിയിൽ തല്ലിയിട്ടുണ്ട്. അപ്പോൾ ഭാര്യ പറയുകയാണ്, എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് അടി, എനിക്ക് ചെറുപ്പം മുതലേ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അടിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അപ്പം എനിക്ക് പൊറോട്ട മേടിച്ച് തരും, എനിക്ക് എന്തെങ്കിലും മേടിച്ച് തരും, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മറ്റവൻ പറയുക, ഈ ഭർത്താവ് പറയുകയാണ്, ഞാൻ നല്ലോണം അടിക്കലുണ്ട് എന്ന്. അപ്പോൾ ഇവരുടെ ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 5 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ മുഴുവൻ സ്ത്രീകളുടേതാണ്. സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ അങ്ങ് ഭയങ്കര ചേട്ടായിൻ്റെ ഡാൻസ് അടിപൊളിയാണ്, ഇവൻ പറയുന്നതൊന്നും ഇവർ കേട്ടിട്ടില്ല. അതായത് ഇവനൊരു തെറ്റായ ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. ആരുടെയോ മകള 15 വയസ്സിൽ കയറി പ്രേമിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയെയും കൊണ്ട് എവിടെയോ പോയിട്ട് കറങ്ങുക, അങ്ങനെ അതിന് ശേഷമാണ് വീട്ടുകാർ പിടിച്ച് കെട്ടിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. ഏതിൻ്റെ മാനദണ്ഡത്തിലാണ് ഈ പെൺകുട്ടിയെ ഇവൻ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവനും അറിയില്ല, ഈ പെൺകുട്ടിക്കും അറിയില്ല. ആ പെൺകുട്ടി പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ കുരുത്തക്കേടൊന്നും കളിക്കാൻ സാധ്യമല്ല, അവിടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടുമായിരുന്നു. പക്ഷേ ചേട്ടായിയുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം, കുരുത്തക്കേട് കളിച്ചാൽ അവിടെ അച്ഛനും അമ്മയും ഒന്നും പറയില്ലല്ലോ, എന്നെ നല്ല ഇഷ്ടമാണ് അവർക്ക് എന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നിപ്പോയി. കാരണം ഒരു സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കുരുത്തക്കേട് കളിക്കുന്നത്? ആ ഇവൻ്റെ അച്ഛനും അമ്മയും ചിലപ്പോഴും അതായത് സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ കുരുത്തക്കേട് കളിക്കലുണ്ടെന്ന്. കുരുത്തക്കേടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ശിക്ഷിക്കും, അത് ഉറപ്പാണ്. മാതാപിതാക്കൾ പറയും, മോളെ ഇത് കളിക്കരുത്. മാതാപിതാക്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവരൊന്നും മിണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളിക്കരുത് മകളെ, ഇങ്ങനെ പറയരുത് എന്നൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കത്തില്ലേ? അപ്പോൾ അത് ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് പറയുന്നത് എന്താണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല അടി കിട്ടും, പക്ഷേ ഇവിടുന്ന് എനിക്ക് എന്തും പറയാം, ഇവിടുന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, അനിയന്മാർ ചിരിച്ചുകൊണ്ടിരിക്കും. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂ തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു സെൽഫ് റെസ്പെക്റ്റും കളഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് കുരുത്തക്കേട് പറയരുത്, കുരുത്തക്കേട് കളിക്കരുത്. അതുകൊണ്ടല്ലേ മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ഗുരു.
അവർ പറയുന്നതാണ് ഏറ്റവും വലിയ ശരി. ഒരു മകളെയും ഒരു മകനെയും സ്വന്തം മക്കളെയും നന്നാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ പലതരത്തിലും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഈ കുട്ടിക്ക് തോന്നിയിരിക്കുന്നത് മാതാപിതാക്കൾ ടോക്സിക് പാരൻസ് ആണ്, അവർ ശരിയല്ല, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുറ്റപ്പെടുത്തൽ, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നം. അതായിട്ടാണ് ഈ പെൺകുട്ടി കണ്ടിരിക്കുന്നത്. പിന്നെ 15-ാം വയസ്സിൽ ഈ പെൺകുട്ടിയെ പ്രേമിച്ചത് തന്നെ ഒരു വലിയ അബദ്ധമാണ്. അതായത് ഈ മനുഷ്യൻ ഇതിങ്ങനെ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും ഇദ്ദേഹത്തിന് വലിയ നടപടി നേരിടേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് 2 ക്രൈമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ 15 വയസ്സിലൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ ഈ ഭാര്യേനെ തല്ലുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. ഇദ്ദേഹം ഇതൊന്നും ആലോചിക്കാതെ എങ്ങനെയെങ്കിലും പറയുകയാണ്. അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. എനിക്ക് അടിക്കേണ്ട അധികാരമുണ്ട്, ഞാൻ എൻ്റെ അനിയന്മാരെ അടിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്. അപ്പോൾ ആ മൂത്ത മകനാണ് അവിടെ ജോലി ചെയ്ത് എന്തെങ്കിലും പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള അധികാരം വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മൈൻഡിലങ്ങ് വരികയാണ് എനിക്കെല്ലാവരെയും തല്ലാനുള്ള അധികാരമുണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട ഈ പെൺകുട്ടികൾ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതെന്ന് പറഞ്ഞാൽ സ്കൂൾ കോളേജ് ലെവലിലുള്ള പെൺകുട്ടികളാണ് കൂടുതലും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അതിൽ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. കാരണം ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ 15 വയസ്സിൽ എനിക്ക് ഇതേപോലെ ഒരു ഏട്ടായിയെ കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് 15 വയസ്സിലും പ്രേമിക്കാം, 15 വയസ്സിൽ എനിക്ക് അടി മേടിച്ചു കഴിഞ്ഞാലും ജീവിക്കാം. ഇദ്ദേഹത്തിനെതിരെ ആകെ വന്നത് ഒരു കമൻറ്റ് മാത്രമാണ്. ആ കമൻറ്റിൽ ഒരു ചേച്ചി എഴുതിയിരിക്കുന്നത് ഇതാണ്: മോനെ ഇങ്ങനെ പറയരുത്, അടി വാങ്ങിച്ച് ജീവിച്ച ഒരു ഭാര്യയാണ് ഞാൻ. എനിക്കറിയാം ഒരാളെടുക്കുന്ന അടി കിട്ടുമ്പോൾ എത്രമാത്രം വേദന, എത്രമാത്രം വിഷമം, നാണക്കേട്, അതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഒരാളും മാത്രമാണ് ഇതിനെതിരെ കമൻ്റ് ഇട്ടത് എന്നുള്ളതാണ്. പിന്നെ പേരൻസിനോട് ഞാൻ പറയുകയാണ്, അതായത് ഏത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഒരു മാഷാണെന്ന് പറയുക? നമുക്ക് ഈ മാഷന്മാർക്ക് ആരെയെങ്കിലും തല്ലേണ്ട അധികാരമുണ്ടോ? അതായത് സ്ത്രീകളെ ഒരു റെസ്പെക്റ്റും ഇല്ലാതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മനുഷ്യൻ്റെ ഈ വാക്കിൽ. ഇദ്ദേഹം ഭയങ്കര ഡാൻസാണ്, മില്യൺ കണക്കിന് വ്യൂസൊക്കെ പോകുന്നതാണ്. ഞാൻ നോക്കി ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ഡാൻസിലങ്ങ് ഭയങ്കര ഒരു മുടിചൂടാൻ മന്നൻ തന്നെ എന്ന് പറയേണ്ടി വരും. നല്ല ഡാൻസറാണ്. അതുപോലെ ആ സ്കൂളിനെ പറ്റി ഞാൻ നോക്കിയപ്പോൾ അവർ വലിയ ഇവൻ്റൊക്കെ നടത്തിയിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അത് സമൂഹത്തിൽ പോയിരിക്കുന്നത്, അത് മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് ഇത് പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു സാമൂഹിക വിപത്താണ് പോയിരിക്കുന്നത്. അത് ഇദ്ദേഹം ഏതർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ഇദ്ദേഹത്തിന് പക്വതയില്ല, അല്ലെങ്കിൽ ഇത് പുറത്തു വിട്ട, അല്ലെങ്കിൽ ഇത് പറഞ്ഞ ആ ഒരു വൈഫിന് പക്വതയില്ല. രണ്ടുപേർക്കും ഇല്ല. രണ്ടുപേരും ഇതൊരു വലിയൊരു സംഭവമായിട്ട്, അതായത് അദ്ദേഹം ഞാൻ എൻ്റെ ഭാര്യയെ തല്ലുന്നത് ഒരു ഗമയാണ് എന്നൊക്കെ പണ്ടൊക്കെ കാണുന്നില്ലേ ചില ആൾക്കാർ 555 വലിച്ചിട്ടിങ്ങനെ നടക്കുന്നത്, അവൻ്റെ വിചാരം ഇതൊരു ഗമയാണെന്നാണ്. പണ്ട് ഗമയായിരുന്നു, ഇപ്പം എല്ലാവരും തുപ്പി ആട്ട് പറഞ്ഞത് പോടാ അവിടെ നിന്ന് ഇതും വലിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഒരു ഗമയാണ്. അതുപോലെ ചില ആൾക്കാർക്ക് എന്താ പറയണ്ടേ, വെള്ളമടിച്ച് നടക്കൽ ഇതെല്ലാം ഒരു ഗമയാണ്. എന്നിട്ട് ഭാര്യേനെ തല്ലൽ, അപ്പോഴാണ് ഞാനൊരാണാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെ വരുന്നത്. വല്ലവൻ്റെയും മക്കളെ കയറിയിട്ട് തല്ലുക. ആ അച്ഛനും അമ്മയോടും ഞാൻ പറയുകയാണ്, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയോടും ഞാൻ പറയുകയാണ്, ആ പെൺകുട്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അത് നല്ല രീതിയിൽ സഹിച്ചിട്ടുണ്ട്. കാരണം അത് ഇറങ്ങി വരികയും ചെയ്തു, അതിന് കയറിപ്പോകാൻ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഇവരുടെ ഈ ജീവിതം ഇങ്ങനെ നിലനിന്നത്. അല്ലാതെ ഇവൻ്റെ അടി മേണിക്കുമ്പോഴേക്കും അതൊന്നുമല്ല. ഇവ നല്ല രീതിയിൽ അടി കൊടുക്കുമ്പോഴും ആ പെൺകുട്ടിക്ക് കയറി ചെല്ലാൻ വേറെ ഇടവില്ല. ഇനിയിപ്പോൾ ഇവൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഈ പെൺകുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരു പ്രേമമുണ്ടെങ്കിൽ, ഒരു 16 or 15 വയസ്സുള്ള പെൺകുട്ടിയോട് പ്രേമമുണ്ടെങ്കിൽ അവരും വിചാരിക്കുന്ന ഇതാണ്. അതായത് നമ്മളെ മാഷും നമ്മളെ മാഷും ചേച്ചിയും കൂടി ഒളിച്ചോടിയില്ലേ ഈ പ്രായത്തിൽ, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു അവർ നോക്കിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നില്ലേ, എന്തൊരു സുഖം, നല്ല രീതിയിൽ നല്ല ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ, നമുക്കതുപോലെ ആകണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ കുട്ടികൾക്കും ഇതുപോലെയുള്ള മനസ്സ് വരാനുള്ള ചാൻസുകളുണ്ട്. മാതാപിതാക്കൾ വളരെയധികം സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഈ കലിപ്പൻ്റെ കാന്താരികളോട് പറയാനുള്ളതാണ്. കാരണം എന്താ മക്കളെ, വല്ലവൻ്റെയും അടിയും ആട്ടും തുപ്പും ഇതൊന്നുമല്ല ജീവിതം. ഇതിൽ മുന്നേ നമുക്കൊരുപാട് ജീവിതങ്ങളും ഒരുപാട് ലൈഫുകളും ഉണ്ട്. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് അത് നമുക്ക് വേണം. ഏതൊരുത്തൻ്റെ അടി മേണിക്കേണ്ട, ഒരു ഭർത്താവിൻ്റെ അടി മേണിക്കേണ്ടവളല്ല ഭാര്യ എന്താ അടി മേണിക്കേണ്ടവളാണോ?
പിന്നെ മാഷിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഭാര്യ ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ വേദന തന്നെയാണ് മാഷേ, അല്ലാതെ ഒരാൾക്കോ മാത്രം. ഇതിങ്ങനെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ താങ്കളൊരു കാര്യം ആലോചിച്ച് നോക്കണം. താങ്കൾ മില്യൺ കണക്കിന് പിന്നെ സബ്സ്ക്രൈബറുള്ള ഒരുപാട് ചാനലിൽ ഡാൻസ് കളിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, അതായത് പെൺകുട്ടികൾ പോലും താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഒരു ഇൻഫ്ലുവൻസറാണ് താങ്കൾ. എന്നിട്ടാണ് ഇതുപോലെയുള്ള ബോധമില്ലാത്ത കാര്യങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വെച്ച് പറഞ്ഞത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ഭർത്താക്കന്മാരും ഇങ്ങനെയല്ല, താങ്കൾ പറയുന്നത് പോലെ അടിക്കുന്ന ഭർത്താക്കന്മാരൊന്നും അല്ല മുഴുവനും. ഇന്നത്തെ പെൺകുട്ടികൾ തീരെയില്ല. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള പക്വതയുള്ള പെൺകുട്ടികൾ തന്നെയാണ്. അവരൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചും തല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താങ്കൾക്ക് ലക്കായിട്ട് ഇതായിപ്പോയതാണ്. കാരണം 15 വയസ്സ് 16 വയസ്സിലായിരിക്കും ചിലപ്പോൾ താങ്കളുടെ കൂടെ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് പെട്ടുപോയതാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. പെട്ടുപോയതുകൊണ്ട് ഇത്രയും വർഷം നിന്നു എന്നുള്ളതാണ്. വളരെ മോശമായ ഒരു മെസ്സേജ്, ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ അറിയില്ല എനിക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ടും കമൻറ്റ് രൂപത്തിൽ പിന്നെ നമുക്ക് അയക്കുക. നന്ദി, നമസ്കാരം.